Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാനൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. സാധാരണ പുഴുക്കലരി ചോറാണിത്. ഇനി അതിലേക്ക് ഒരു മുട്ടയുടെ വൈറ്റ് മാത്രം, എഗ് വൈറ്റ് മാത്രം ചേർത്ത് കൊടുക്കാം. മഞ്ഞക്കരു ചേർക്കരുത്. എഗ് വൈറ്റ് മാത്രമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാൽ നമുക്കിവിടെ ടോട്ടൽ 2 കപ്പ് പാലാണ് ആവശ്യമുള്ളത്. അപ്പോൾ 1/2 കപ്പ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. നിങ്ങളെടുക്കുന്ന കപ്പ് ചിലപ്പോൾ വലിപ്പമുള്ള കപ്പാണെങ്കിൽ അതനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ പാകത്തിന് നമുക്ക് അരഞ്ഞ് കിട്ടണം. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചോറെല്ലാം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാലിൻ്റെ ബാക്കി 1/2 കപ്പ് പാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് 1 കപ്പ് ചോറിന് 2 കപ്പ് പാല് എന്ന അളവിൽ വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇതിൽ ഞാനൊരു ഫ്ലേവറിന് വേണ്ടി മാംഗോ എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്കിപ്പോൾ കളറ് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ മിക്സ്ചർ ഗ്യാസ് സ്റ്റൗവിൽ വെക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ വെക്കാം. ഇത് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാനും ശ്രദ്ധിക്കണം. അടി കൂട്ടി തന്നെ ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പുഡിങ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്ത് ഈ പാകത്തിന് ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാകത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറുന്നത് വരെ മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇത് പുഡിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാൻ പുഡിംഗ് ബൗളിൽ ഒഴിച്ചതിന് ശേഷം ഇത് 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കുക. വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെക്കരുത്. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ പുഡിങ് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂനട്ടും പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെക്കറേഷനൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ചേരുവകളൊക്കെ കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യണം. Thanks for watching my channel.